അടിസ്ഥാന പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് 0.25% കുറവ് വരുത്തി. ഇതോടെ റിപ്പോ നിരക്ക് 5.25%. ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകും. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്തുകൊണ്ടാണ് റിപ്പോ നിരക്ക് കുറഞ്ഞത്? ധന്യ 3 ദിവസത്തെ ധനനയ രൂപീകരണ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്നെ ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 0.25% റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 5.25% കുറഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം രാജ്യത്ത് കയറ്റുമതി മേഖലയിൽ വലിയ രീതിയിലുള്ള തളർച്ച നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം രാജ്യത്ത് തുടരുന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാരണം അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അപ്പോൾ ആഭ്യന്തര ഉപയോഗം മെച്ചപ്പെടുത്തുവാൻ ഈ തീരുമാനം സാധിക്കും അല്ലെങ്കിൽ സഹായമാകുമെന്നതാണ് ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും ഈ നടപടിയോടുകൂടി തന്നെ പലിശ നിരക്കുകൾ വലിയ രീതിയിൽ കുറവ് വരും. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം റിപ്പോ നിരക്ക് തുടർച്ചയായി കുറയ്ക്കുന്ന നിലപാടാണ് RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭവന, വ്യക്തിഗത വാഹന വായ്പകളുടെ പലിശ ഇതോടുകൂടി കുറയും. എന്തായാലും പണപ്പെരുപ്പവും അതുപോലെ തന്നെ കയറ്റുമതി മേഖലയിലെ തളർച്ചയടക്കം പരിഗണിച്ചുകൊണ്ടാണ് റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള RBI തീരുമാനമുണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിന് ശേഷം 6.5% ഫെബ്രുവരി മാസം റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഏകദേശം 1.25% കുറവാണ് ഇപ്പോൾ ഈ ഡിസംബറിലേക്ക് എത്തിയിരിക്കുമ്പോൾ RBI വരുത്തിയിരിക്കുന്നത്. ധന്യ. ശരി അരവിന്ദ്.